Hi all, welcome to CC Language Hub. Today we are gonna deal with past continuous tense. അപ്പോൾ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അത് വാച്ച് ചെയ്യുക. ഓക്കെ, സോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക, എങ്ങനെയൊക്കെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, എവിടെയാണ് നമ്മൾ അത് ഉപയോഗിക്കുക, നമ്മുടെ ലൈഫിൽ വരുമ്പോൾ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. ജനറലി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എവിടെ പറയാ, പാസ്റ്റിലെ ഒരു ഫിക്സഡ് ടൈമിൽ ഒരു കാര്യം സംഭവിക്കുകയായിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയാ. നമുക്ക് നോക്കാം. An action that was happening at a specific time in the past. പാസ്റ്റിലെ ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു കാര്യം നടക്കുകയായിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. Another one, a longer action that was interrupted by another action. സെയിം തന്നെയാണ്, എന്നാലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു വലിയൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് ഒരു ചെറിയൊരു ആക്ടിവിറ്റി വെച്ച് അത് ഇന്ററപ്റ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ എന്താണ്, ഞാൻ അവിടെ വന്നപ്പോ അവർ കളിക്കുകയായിരുന്നു, ഓക്കെ, അല്ലെങ്കിൽ അവൻ വന്നപ്പോ ഞാൻ ഫോൺ ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ആക്ഷൻ ഇന്ററപ്റ്റ് ചെയ്യൂ, തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ആ ഒരു ആക്ഷൻ നടന്നു എന്ന് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയാ. നമുക്ക് നോക്കാം. ലോങ്ങർ ആക്ഷൻ ദാറ്റ് വാസ് ഇന്ററപ്റ്റഡ് ബൈ അനദർ ആക്ഷൻ. ഓക്കെ, ഇറ്റ് ഷോസ് ദാറ്റ് സംതിങ് വാസ് ഇൻ പ്രോഗ്രസ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ എന്തോ പ്രോഗ്രസീവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് ഇപ്പോ നടന്ന ഒരു സിമ്പിൾ പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ വെച്ചിട്ട് അത് ഇന്ററപ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കൺഫ്യൂസ്ഡ് ആവണ്ട. ഒരു കൃത്യസമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, കൃത്യസമയം എന്ന് പറയുമ്പോൾ 8 o'clock, 8:30, 7:30 എന്ന് പറയുന്ന പോലെ മാത്രമല്ല, ഞാൻ അവിടെ ചെന്നപ്പോ അവൻ ഉറങ്ങുകയായിരുന്നു, ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, അതൊരു ഫിക്സഡ് ടൈം ആണല്ലോ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, സോ ആയിരുന്നു എന്ന് പറയാനാണ് നമ്മൾ ഇവിടെ പഠിക്കുക. നോക്കാം, സ്ട്രക്ചർ ഇതാണ്. പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ് ആൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഏത് ടെൻസ് പറയുമ്പോൾ നമ്മൾ ഇത് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ നോക്കിക്കോളൂ. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബിന്റെ ing ഫോം. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബിന്റെ ing ഫോം. സബ്ജക്റ്റ് നമുക്കറിയാം, പ്രവൃത്തി ചെയ്യുന്ന ആളുടെ പേരാണ്. ആൻഡ് വാസ് ഓർ വെയർ മീൻസ് ഇൻ മലയാളം വി ക്യാൻ സേ ആയിരുന്നു. വാട്ട്? ആയിരുന്നു. ഓക്കെ, ആയിരുന്നു. സോ മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? ആയിരുന്നു, പഠിക്കുകയായിരുന്നു, ചെയ്യുകയായിരുന്നു, ഞാനൊരു ഡോക്ടർ ആയിരുന്നു, അവിടെയും ആയിരുന്നു. വാസ് ആൻഡ് വെയർ ആണ് യൂസ് ചെയ്യുക. വാസ് ഓർ വെയർ, വാസും വെയറിന്റെ അർത്ഥം എന്താ? ആയിരുന്നു. അപ്പൊ സബ്ജക്റ്റിന്റെ കൂടെ വാസ് ഓർ വെയർ, പിന്നെ വെർബിന്റെ ing ഫോം. വാട്ട് ഈസ് വെർബ്? അറിയാം, ക്രിയ അല്ലെങ്കിൽ പ്രവൃത്തി അല്ലെങ്കിൽ ആക്ഷൻ വേർഡ്, ഇതിനൊക്കെയാണ് വെർബ് എന്ന് പറയാ. പ്ലസ് ing, ഗോ ആണെങ്കിൽ ഗോയിങ്, കം ആണെങ്കിൽ കമ്മിങ്. ഓക്കെ, സോ സബ്ജക്റ്റിന്റെ കൂടെ വാസ് ഓർ വെയർ പ്ലസ് വെർബിന്റെ ing ഫോം. ഇതാണ് ബേസിക് ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് നമ്മൾ പഠിച്ചിരിക്കുക. വാസ് ആരുടെ കൂടെ ഉപയോഗിക്കുക? സിംഗുലർ ആണെങ്കിൽ വാസ് ആണ് ഉപയോഗിക്കുക. വേറെ ആരുടെ കൂടെ ഉപയോഗിക്കുക? പ്ലൂറൽ ആണ് സബ്ജക്റ്റ് എങ്കിൽ വേർ ആണ് ഉപയോഗിക്കുക. ഓക്കെ, നെഗറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് നോട്ട് പ്ലസ് വെർബിന്റെ ing ഫോം. പ്രത്യേകിച്ചൊന്നുമില്ല, വെർബിന്റെ മുൻപ് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഒരു നോട്ട് ആഡ് ചെയ്യും, അല്ലെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് നോട്ട് ആണ്. ഓക്കെ, ചെയ്യുകയായിരുന്നില്ല, പഠിക്കുകയായിരുന്നില്ല എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ഒരു നെഗേഷൻ വരും, അവിടെ നമുക്കറിയാം നോട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബിന്റെ ing ഫോം. നമുക്കറിയാം ഈ ഓക്സിലറീസ്, ഹെൽപ്പിംഗ് വെർബ്സ് എവിടെ വരും? സബ്ജക്റ്റിന്റെ മുൻപിലേക്ക് വരുന്നു. ഓക്കെ, സബ്ജക്റ്റ് ബാക്കിലേക്ക് പോയി. സോ വാസ് സബ്ജക്ട്, വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബിന്റെ ing ഫോം. ആ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളോട് ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യണം. സോ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. എക്സാമ്പിൾ നോക്കാം. ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ പഠിക്കുകയായിരുന്നു. എങ്ങനെ പറയാ? ഞാൻ, സബ്ജക്റ്റ് എന്താണ്? ഞാനാണ്, ഐ. ഓക്കെ, പഠിക്കുകയായിരുന്നു. ഐയുടെ കൂടെ വാസ് ആണോ വെയർ ആണോ? ഒരു ഐ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. സോ വി ഹാവ് ടു യൂസ് വാസ്. ഓക്കെ, വാസ്. ഐ വാസ്. സ്റ്റഡി എന്ന വെർബ് ആണ് പ്ലസ് ing, സ്റ്റഡിയിങ്. ഐ വാസ് സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുകയായിരുന്നു. ഇന്നലെ 8 മണിക്ക് ഞാൻ പഠിക്കുകയായിരുന്നു. നീ വന്നപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു. ഓക്കെ, രാവിലെ 10 മണിക്ക് ഞാൻ പഠിക്കുകയായിരുന്നു. അറ്റ് എ ഫിക്സഡ് ടൈം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ആൻഡ് ഷീ വാസ് കുക്കിംഗ് ഡിന്നർ, അവള് ഡിന്നർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ആയിരുന്നു. ഷീ സേ സിംഗുലർ, സോ വാസ്. ഷീ വാസ് കുക്കിംഗ് ഡിന്നർ. ക്ലിയർ അല്ലേ?
they were playing football. അവര് ഫുട്ബോൾ കളിക്കുകയായിരുന്നു. they plural ആണ്. they were playing football. Okay, and we were watching TV. ഞങ്ങള് TV കാണുകയായിരുന്നു. we were watching TV. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്താണ്? ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയായിരുന്നു. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുക ആയിരുന്നു. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അവൾ പാട്ട് പാടുകയായിരുന്നു എന്നെങ്ങനെ പറയാ? നമുക്കൊന്ന് ചെയ്തു നോക്കാം. അവൾ എന്താണ് പറയാ? അവൾ ഷീ അല്ലേ? ഷീ. അവൾ ഷീ. ഓക്കെ, വാസ് ആണോ വേറാണോ? ഷീ ഒരാളെ ഉള്ളൂ, സിംഗുലർ ആണ്. സോ വാസ്. ഷീ വാസ് പാട്ട് പാടുകയായിരുന്നു. പാടുക. വാട്ട് ഈസ് ദ വെർബ്? പാടുക. സിംഗ് അല്ലെ? സിംഗ് വെർബിന്റെ ing ഫോം ആണ്. സിംഗിങ്. ഓക്കെ, ഷീ വാസ് സിംഗിങ്. അവൾ പാടുകയായിരുന്നു. ഓക്കെ, ഷീ വാസ് സിംഗിങ് സോങ്. അവൾ പാട്ട് പാടുകയായിരുന്നു. ക്ലിയർ അല്ലേ? ഇപ്പോ ദേ ആണെങ്കിലോ ദേ വേർ വരും. പ്ലൂറൽ ആണെങ്കിൽ വേർ വരുന്നു, സിംഗുലർ ആണെങ്കിൽ വാസ് വരുന്നു. സോ ദിസ് ഈസ് ക്ലിയർ, റൈറ്റ്? ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് അനദർ കൈൻഡ് ഓഫ് നെഗറ്റീവിന്റെ ആണ് കേട്ടോ. ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നെങ്ങനെ പറയാ? ഉറങ്ങുകയായിരുന്നു. ഐ വാസ് സ്ലീപ്പിംഗ്. ഞാൻ ഉറങ്ങുകയായിരുന്നു. ഐ വാസ് സ്ലീപ്പിംഗ്. ഞാൻ ഉറങ്ങുകയായിരുന്നില്ല. അപ്പൊ ഞാൻ ഉറങ്ങുകയായിരുന്നില്ല എങ്ങനെ പറയാ? അവിടെ നെഗേഷൻ വരുന്നു, നോട്ട് വരുന്നു അല്ലെ? ഐ വാസ് നോട്ട് സ്ലീപ്പിംഗ്. നമുക്കിതെങ്ങനെ ഇതായിട്ട് പറയാം? ചുരുക്കി എങ്ങനെ പറയാം? വാസ് പ്ലസ് നോട്ട്. I wasn't sleeping. Okay, he was not working. അവൻ വർക്ക് ചെയ്യുകയായിരുന്നില്ല. ഓക്കെ, ഇനി അവർ ശ്രദ്ധിക്കുകയായിരുന്നില്ല എങ്ങനെ പറയാ? അവർ. they was ആണോ വേറാണോ? they were not listening. she wasn't reading. അവൾ വായിക്കുകയായിരുന്നില്ല. ഷീ സിംഗുലർ ആണ്, വാസ് ആണ് യൂസ് ചെയ്യുക. ഷീ വാസിന്റ് റീഡിങ്. ക്ലിയർ ആണോ അല്ലയോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷീ വാസ് സ്റ്റഡിയിങ്. നമ്മൾ പറഞ്ഞു അല്ലേ? ഷീ വാസ് സ്റ്റഡിയിങ്. എന്താണ് മീനിങ്? എന്താണ്? ഷീ വാസ് സ്റ്റഡിയിങ്. അവൾ പഠിക്കുകയായിരുന്നു. ഷീ വാസ് സ്റ്റഡിയിങ്. അവൾ പഠിക്കുകയായിരുന്നു. ഞാൻ ചോദിക്കാണ്, അവൾ പഠിക്കുകയായിരുന്നോ? 9 മണിക്ക് അവൾ പഠിക്കുകയായിരുന്നോ? എങ്ങനെ പറയാ? പഠിക്കുകയായിരുന്നോ? അപ്പൊ ഈ വാസ് എന്ത് ചെയ്യണം? ഫ്രണ്ടിലേക്ക് വരാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം? ആദ്യം ആ സെന്റൻസ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. അവൾ പഠിക്കുകയായിരുന്നോ എന്നാണ് എനിക്ക് ചോദ്യം വേണ്ടതെങ്കിൽ ആദ്യം അവൾ പഠിക്കുകയായിരുന്നു എന്നങ്ങ് എഴുതാം. ഓക്കെ, സോ ഷീ വാസ് സ്റ്റഡിയിങ്. ദെൻ എന്ത് ചെയ്യണം? ഈ ഒരു ഹെൽപ്പിംഗ് വെർബ് ഫ്രണ്ടിലേക്ക് വരാം. വാസ് ഫ്രണ്ടിലേക്ക് വരാം. വാസ് ഷീ സ്റ്റഡിയിങ് at 9? അവൾ 9 മണിക്ക് പഠിക്കുകയായിരുന്നോ? വാസ് ഷീ സ്റ്റഡിയിങ്? ക്ലിയർ ആണോ? അവർ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അവർ കളിക്കുകയായിരുന്നോ? were they playing ആണ്. അവർ കളിക്കുകയായിരുന്നു. they were ഫ്രണ്ടിലേക്ക് വരിക. were they playing? okay, then was he sleeping? അവൻ ഉറങ്ങുകയായിരുന്നോ? were you watching TV? നിങ്ങൾ ഇതൊരു ടി വി കാണുകയായിരുന്നോ? ചോദിക്കില്ലേ? നിങ്ങൾ ടി വി കാണുകയായിരുന്നോ? നിങ്ങൾ വീഡിയോ കാണുകയായിരുന്നോ? were you watching videos? were you watching TV? ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ക്ലിയർ ഐ തിങ്ക്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ദെൻ 2 യൂസേജ് നമ്മൾ പറഞ്ഞു അല്ലേ? പാസ്റ്റില് സ്പെസിഫിക് ടൈമിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതൊന്ന് വിശദമായിട്ട് നോക്കാം. ആക്ഷൻ അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കോളൂ. ഞാൻ ഇന്നലെ 8 മണിക്ക് പഠിക്കുകയായിരുന്നു. എങ്ങനെ പറയാ? I was studying at 8 PM yesterday. അല്ലെങ്കിൽ at 8 PM yesterday I was studying. Okay, I was studying at 8 PM yesterday. So this is clear, right? ഇനി കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഈ സമയത്ത്
ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ പറയാ? അപ്പൊ കഴിഞ്ഞ വർഷം ഈ സമയം എന്നെങ്ങനെ പറയും? ദിസ് ടൈം ലാസ്റ്റ് ഇയർ. ദിസ് ടൈം ഈ സമയം അല്ലെ, കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ. സോ ഐ വാസ് ട്രാവലിംഗ് ദിസ് ടൈം ലാസ്റ്റ് ഇയർ. ഐ വാസ് ട്രാവലിംഗ് ദിസ് ടൈം ലാസ്റ്റ് ഇയർ. ഇനി ഞങ്ങൾ ട്രാവൽ ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ പറയാ? വി വേർ ട്രാവലിംഗ് ദിസ് ടൈം ലാസ്റ്റ് ഇയർ. സോ ദിസ് ഈസ് ക്ലിയർ, റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് വൺ വേറൊരു യൂസേജ് ആണ് ഇന്ററപ്റ്റഡ് ആക്ഷൻ. അതായത് വലിയൊരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ വേറൊരു ചെറിയ ആക്ഷൻ അവിടെ നടന്നു. നമുക്കത് എങ്ങനെ പറയാം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഈ ഇന്ററപ്റ്റ് ചെയ്ത ആ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, അതിനെ സിമ്പിൾ പാസ്റ്റും വെച്ചിട്ട് പറയാം. നോക്കാം. when one action was happening and another action interrupted it, I was sleeping when the phone rang. phone rang, phone ബെല്ലടിച്ചു, phone റിങ് ചെയ്തു, phone rang. okay, when എന്ന വാക്ക് വെച്ച് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തു അല്ലേ? I was sleeping, ഞാൻ ഉറങ്ങുകയായിരുന്നു. when the phone rang, ഫോൺ അടിച്ചപ്പോ ഞാൻ ഉറങ്ങുകയായിരുന്നു. okay, she was cooking when I arrived, ഞാൻ എത്തിയപ്പോ അവൾ എന്ത് ചെയ്യായിരുന്നു? കുക്ക് ചെയ്യുകയായിരുന്നു. okay, and past continuous tense plus simple past ആണ് ഇവിടുത്തെ ആ ഒരു ഫോർമാറ്റ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റ് വെച്ച് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ വന്നപ്പോ അവള് ഉറങ്ങുകയായിരുന്നു. യു ഗോട്ട് ഇറ്റ്? സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം സിഗ്നൽ വേർഡ്സ്. വെൻ വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ കണ്ടു അല്ലേ? വൈൽ വെച്ച് കണക്ട് ചെയ്യാം, വെൻ വെച്ച് കണക്ട് ചെയ്യാം. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. ആൻഡ് യെസ്റ്റർഡേ അറ്റ് 9 o'clock പറയില്ലേ? ദെൻ ഓൾ ഡേ, എല്ലാ ദിവസവും ഈ സമയത്ത് ഞാൻ കളിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെയല്ല, കളിക്കുകയായിരുന്നു. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഈ സമയത്ത് കളിക്കുകയായിരുന്നു. പറഞ്ഞൂടെ? ഓക്കെ, നെക്സ്റ്റ് വൺ കമ്പാരിസൺ ആണ്. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള കമ്പാരിസൺ എല്ലാവരും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സിമ്പിൾ പാസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്. കഴിഞ്ഞു. ഓക്കെ, ഐ വാച്ച്ഡ് TV, ഞാൻ TV കണ്ടു. ഐ വാച്ച്ഡ് TV. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താ? ആക്ഷൻ ഇൻ പ്രോഗ്രസ്, നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് വാച്ചിങ് TV, ഞാൻ TV കാണുകയായിരുന്നു. ഞാൻ TV കാണുകയായിരുന്നു. പ്രോഗ്രസ്, ആ ഒരു പ്രോഗ്രഷൻ ഉണ്ട് അവിടെ അല്ലെ? ഐ വാസ് വാച്ചിങ് TV. ഇവിടെയോ സിമ്പിൾ പാസ്റ്റ് V2 മതി. ഐ വാച്ച്ഡ് TV. ഇവിടെയോ വാസ് ഓവർ പ്ലസ് വെർബിന്റെ ing ഫോം വേണം. ക്ലിയർ ആണോ? സോ സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും കമ്പാരിസൺ മനസ്സിലായി അല്ലേ? ഒരു പ്രാക്ടീസ് നമുക്ക് നോക്കാം, കിട്ടിയോന്ന് നോക്കാം അല്ലെ? ഷീ ഡാഷ്, അവിടെ റീഡ് ആണ് വെർബ് വരുന്നേ. വെൻ ഐ കോൾഡ്, ഞാൻ വിളിച്ചപ്പോ അവൾ വായിക്കുകയായിരുന്നു. അവൾ, ഷീ, സിംഗുലർ ഓർ പ്ലൂരൽ? ഷീ സിംഗുലർ. സോ വാസ് ഓർ വെയർ? വാസ്. ഷീ വാസ്. റീഡ് ആണ് വെർബ്. ഷീ വാസ് റീഡിങ്, വെർബിന്റെ ing ഫോം. ഷീ വാസ് റീഡിങ് വെൻ ഐ കോൾഡ്, ഞാൻ വിളിച്ചപ്പോ അവള് വായിക്കുകയായിരുന്നു. ദേ ഡാഷ് എന്താണ്? പ്ലേ ആണ് വെർബ്. ഫുട്ബോൾ അറ്റ് 5 PM, 5 മണിക്ക് അവര് ഫുട്ബോൾ കളിക്കുകയായിരുന്നു. 5 മണി, ഒരു സ്പെസിഫിക് ടൈം പറഞ്ഞു അല്ലേ? ദേ പ്ലൂറൽ അല്ലേ? വാസ് ആണോ വേർ ആണോ? വേർ. They were playing football at 5 PM. And I dash not sleep at that time. ആ സമയത്ത് ഞാൻ ഉറങ്ങുകയാണ് എന്നെങ്ങനെ പറയും? I was sleeping at that time. ആ സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു. അവിടെ എന്ത് ചേർക്കണം? നോട്ട് ചേർക്കണം അല്ലേ? I was not, അല്ലെങ്കിൽ I was not sleeping at that time. ആ സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നില്ല. ഓക്കെ, സോ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണ് ഉപയോഗിക്കാന്ന് പഠിച്ചു. യൂസ്ഡ് ഫോർ ആക്ഷൻസ് ഹാപ്പനിങ് ഇൻ ദ പാസ്റ്റ്, പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ, സ്ട്രക്ചർ വാസ് ഓർ വെയർ പ്ലസ് വെർബിന്റെ ing ഫോം. സബ്ജക്റ്റിന്റെ കൂടെ വാസ് ഓർ വെയർ പ്ലസ് വെർബിന്റെ ing ഫോം ഉപയോഗിക്കുക. ഓഫൺ യൂസ്ഡ് വിത്ത് വെൻ ആൻഡ് വൈൽ. വെൻ ആൻഡ് വൈൽ വെച്ചാണ് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റും ഇതും കണക്ട് ചെയ്യാറുള്ളത്. Okay, so I think this is clear for you, crystal clear for you. And if you have any doubts, you can ask
ഇൻ ദ കമന്റ് ബോക്സിൽ ചോദിക്കുക, കമന്റ്സ് ഇടുക. ആൻഡ് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഗ്രാമർ പഠിച്ചു പോയത് കൊണ്ട് മാത്രം കാര്യമില്ല. യു ഹാവ് ടു പ്രാക്ടീസ്. നിങ്ങൾ വരുത്തുന്ന സ്പെസിഫിക് മിസ്റ്റേക്സ് എന്താണെന്ന് നിങ്ങളുടെ കേട്ടാലാണ് മനസ്സിലാവുക അല്ലെ. സോ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ നിങ്ങളുടെ മിസ്റ്റേക്സ് തിരുത്തി നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് ഇംഗ്ലീഷിൽ പ്രാവീണ്യം വേണ്ടത്, ഓക്കെ, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു പ്രൊമോഷന് വേണ്ടിയാണോ, ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ നീഡ് എന്താണ് എന്നറിഞ്ഞ് നിങ്ങളുടെ ലെവൽ എന്താണെന്ന് ഒരു ഫ്രീ ഡെമോയിലൂടെ മനസ്സിലാക്കിയതിനു ശേഷം ഏത് രീതിയിലുള്ള എത്ര ദിവസത്തെ ക്ലാസ് വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ആ ഒരു മൊഡ്യൂൾ വൈസ് നമുക്ക് എന്ത് ചെയ്യാം, സിലബസ് പ്രിപ്പയർ ചെയ്യാനും ക്ലാസ് തരാനും സാധിക്കുന്നതാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.